നമ്മുടെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ചെറിയ പണി കിട്ടി. ഇലക്ഷൻ കമ്മീഷന്റെ താക്കീതാണത്. പ്രേക്ഷകർക്ക് അറിയാം, കഴിഞ്ഞ ദിവസമാണ് വാർത്ത വന്ന നടൻ ടോവിനോയുമൊത്തുള്ള ചിത്രം പങ്കുവച്ചു എന്നതായിരുന്നു പ്രശ്നം. ടോവിനോ ഇലക്ഷൻ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസഡറാണ് എന്നറിയാതെയാണ് ആ ചിത്രം പങ്കുവച്ചത് എന്ന് VS സുനിൽകുമാർ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ VS സുനിൽകുമാർ ആ ചിത്രം അവിടുന്ന് മാറ്റുകയും ചെയ്തു. പക്ഷേ ഇലക്ഷൻ കമ്മീഷന് NDA അവർ പരാതി കൊടുത്തു. അതിനുശേഷം VS സുനിൽകുമാറിനെയും CPI ജില്ലാ സെക്രട്ടറിയും കേട്ട ശേഷമാണ് താക്കീത് എന്ന നടപടി. സൂരജ് സജീവ് ചേരുന്നുണ്ട്. സൂരജ്, അപ്പോൾ ഈ താക്കീത് എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ശിക്ഷാ നടപടികളിൽ ഏറ്റവും താഴത്തെ ആകും അല്ലേ? തീർച്ചയായും ഹാഷ്മി, ഈ ഇലക്ഷൻ കമ്മീഷന്റെ നടപടികളിൽ ഏറ്റവും ചെറിയ നടപടി എന്ന് പറയാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ സ്ഥാനാർത്ഥികളും ശ്രദ്ധിക്കണം എന്നൊരു ജാഗ്രത കൂടി, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൂടി ഈ നടപടി മുന്നോട്ട് വെക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ടൊവിനോയെ സന്ദർശിച്ച ശേഷം അതിനുശേഷം അവിടെ നിന്ന് എടുത്ത ചിത്രമായിരുന്നു ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ആ ചിത്രം പങ്കുവെക്കുന്ന സമയത്ത് അതിനൊപ്പം ഈ അരിവാൾ നെൽക്കതിർ എന്ന ചിഹ്നം കൂടി ഉപയോഗിച്ചിരുന്നു. ഇതോടുകൂടിയാണ് ടൊവിനോ തന്നെ താൻ ഇത് തെരഞ്ഞെടുപ്പ് ബ്രാൻഡ് അംബാസഡറാണ്, അതുകൊണ്ട് ചിത്രം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുന്നു. തൊട്ടു പിന്നാലെ ഈ ചിത്രം പിൻവലിക്കുകയും ചെയ്തു. വലിയ രീതിയിൽ പിന്നീട് ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയൊക്കെ ചെയ്തു. ഈ ടൊവിനോയുടെ അനുവാദമില്ലാതെ എടുത്ത ചിത്രമായിരുന്നു, ആ ചിത്രം അങ്ങനെ പോസ്റ്റ് ചെയ്തു, അത്തരത്തിൽ പോസ്റ്റ് ചെയ്തു എന്ന തരത്തിലൊക്കെ ആയിരുന്നു ചർച്ച. പിന്നീട് ടൊവിനോ തന്നെ രംഗത്തെത്തി, താനിങ്ങനെ ബ്രാൻഡ് അംബാസഡർ ആയതുകൊണ്ടാണ് ആരും തന്റെ ചിത്രം പങ്കുവെക്കരുത് എന്ന് പറഞ്ഞത് എന്ന് കാണിച്ചുകൊണ്ട് ടൊവിനോ തന്നെ രംഗത്തെത്തി. തൊട്ടു പിന്നാലെയായിരുന്നു NDAയുടെ ജില്ലാ കോർഡിനേറ്റർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് രവികുമാർ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് പരാതി നൽകുന്നത്. പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു പരാതി. ഈ പരാതിയിന്മേൽ ഈ VS സുനിൽകുമാറിന്റെയും അതുപോലെ തന്നെ CPI ജില്ലാ സെക്രട്ടറിയുടെ അടക്കം ഇവർക്ക് പറയാനുള്ള വാദങ്ങൾ കേട്ടു. ഇവർ പറഞ്ഞിരുന്നു, അതായത് ടൊവിനോ ഇത്തരത്തിൽ ബ്രാൻഡ് അംബാസഡർ ആണെന്ന് തങ്ങൾക്കറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അത് അറിഞ്ഞ സമയത്ത് തന്നെ ഇത് പിൻവലിക്കുകയും ചെയ്തു എന്നിവർ ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചു. ആ വാദഗതി അംഗീകരിക്കുകയും അതേ തുടർന്ന് ഇനി ഇത് ആവർത്തിക്കരുതെന്ന് കാണിച്ചുകൊണ്ട് ഇരുവർക്കും നോട്ടീസ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പരാതിയിന്മേൽ നടപടി അവസാനിപ്പിച്ചിരിക്കുന്നത്. കാശ്മീർ സൂരജ് സജിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ VS സുനിൽകുമാർ എന്നതിന് നിസ്സായം സത്യമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ സുനിൽകുമാർ ടോവിനോ ഇലക്ഷൻ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് അറിയാതെ ഇട്ടതാണ്, അറിഞ്ഞപ്പോൾ തന്നെ ഞാനത് പിൻവലിച്ചു എന്ന് സുനിൽകുമാർ പറഞ്ഞു. അത് ഇലക്ഷൻ കമ്മീഷൻ ബോധ്യപ്പെടുന്നു. പക്ഷേ